വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം. ഒസ്ര ഗോൾഡൻ ഡയമണ്ട്സ്. ബിലീവ് ഇൻ പ്യൂരിറ്റി. പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. വൈവിധ്യമാർന്ന ഭക്ഷണ കലവറകൾ ഒരുക്കിക്കൊണ്ട് പട്ടാമ്പി പ്രോടെക് അക്കാദമിയിൽ സുറിയാനി ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പ്രശസ്ത നർത്തകിയും നൃത്ത സംവിധായികയുമായ അഭയ്നാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. സുറിയാനി എന്ന തലക്കെട്ടിൽ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ് സെന്ററായ പട്ടാമ്പി പ്രോടെക് അക്കാദമി ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പ്രശസ്ത നർത്തകിയും നൃത്ത സംവിധായികയുമായ അഭയ്നാഥ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ചു. മുൻപത്തെ പോലെ കല്യാണം കഴിച്ച് വീട്ടിലിരുന്ന് അമ്മമാർ കുട്ടികളെ നോക്കിയിരിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. നിങ്ങളും മുന്നിലേക്ക് ഇത്തരത്തിൽ നിന്നുപോയ പഠനം വീണ്ടും തുടരാനും ഒരു ജോലി സാധ്യതയുള്ള കോഴ്സ് തന്നെ എടുത്ത് പഠിക്കാൻ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ടോടുകൂടി തുടർന്ന് പഠിക്കാനും, തുടർന്ന് പഠിച്ചാൽ മാത്രം പോരാ, എവിടെയെങ്കിലും ജോലിക്ക് കയറണം. തുടർന്നും അത് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് വലിയൊരു ആവശ്യമാണ് ഇന്നത്തെ സമൂഹത്തിൽ. അതെന്ന് വെച്ച് നിങ്ങൾക്ക് ഫാമിലിയിൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിച്ചാൽ ഇതിന് വേണ്ടിയിട്ടല്ല, എന്നാലും നമുക്ക് നമ്മുടെ ലൈഫ് പാർട്ട്ണർക്ക് ഒരു ഹെൽപ്പ് ആവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മുടെ മക്കൾക്കായാലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ എല്ലാറ്റിനും ഇങ്ങനെ ഹസ്ബൻഡിനോട് അവർക്കും ഫിനാൻഷ്യൽ പ്രഷേഴ്സ് പലതുണ്ടാവും. അത് നമ്മുടെ ഒരു കൈത്താങ്ങ്, നമുക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഫുഡ് ഫെസ്റ്റിൽ ജഡ്ജിംഗ് പാനൽ അംഗങ്ങളായി ബേബി ഷജില, ഷഹന, ബുഷ്ര, സെഫിയ എന്നിവർ പങ്കെടുത്തു. പ്രോടെക് ചെയർമാൻ യൂനുസ് സലീം, മാനേജിംഗ് ഡയറക്ടർ ഫസലുള്ള, പ്രിൻസിപ്പൽ അബ്ദുൽ ഷുക്കൂർ, ഡയറക്ടർമാരായ ജസീല, നസീമ, അധ്യാപകരായ മുബഷിറ, ഷാഹിന, ഡോക്ടർ സലീം, സൈനുദ്ദീൻ എന്നിവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഈ ഫുഡ് ഫെസ്റ്റിവലിനെ ഞങ്ങളൊരു മത്സരമായിട്ട് കാണാതെ ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കഴിവ് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഞങ്ങൾക്ക് കിട്ടിയൊരു അവസരമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇതിനെ കാണുന്നത്. ഒരു അധ്യാപിക എന്ന നിലയിൽ മാത്രമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കഴിവുകളുണ്ടെന്നും എല്ലാവരെയും അറിയിക്കാൻ പറ്റുന്നത് ഞങ്ങളുടെ സന്തോഷം. കഴിവുകളുള്ള ആൾക്കാരെ പുറത്തെടുക്കാൻ നമുക്ക് കിട്ടിയ ഒരു അവസരമായിട്ടാണ് ഈ ഒരു ഫുഡ് ഫെസ്റ്റിവലിനെ ഞങ്ങൾ കാണുന്നത്. നമുക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒത്തിരി കഴിവുള്ള ആൾക്കാർ, ഒരുപാട് ഫുഡുകൾ ഉണ്ടാക്കുന്ന ആൾക്കാർ, അവരുടെയൊക്കെ ഏറ്റവും മികവുറ്റ ഒരു പ്രകടനമാണ് ഇന്ന് ഈ ഫുഡ് ഫെസ്റ്റിവലിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ പണ്ട് കാലത്തുള്ളവര് തലമുറകളായിട്ട് നമുക്ക് കൈമാറി വന്നിട്ടുള്ള ഒരുപാട് നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് ഇപ്പോഴത്തെ ഒരു തലമുറയിലേക്ക് എത്തിക്കാനുള്ളത് നമുക്ക് ഈ ഫുഡ് ഫെസ്റ്റിവലിലൂടെ സാധിക്കും. അതുപോലെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ വിഭവങ്ങൾക്കും ഓരോ കഥകൾ പറയാനുണ്ടായിരിക്കും. മലബാറി വിഭവങ്ങൾക്ക് അതിൻ്റെതായ കഥകൾ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ നാടൻ വിഭവങ്ങൾക്ക് അതിന്റെ കഥകൾ പറയാനുണ്ടാവും. അങ്ങനെ ഓരോ ഫുഡ് ഐറ്റംസിനും ഇവിടെ ഓരോ കഥകൾ പറയാനുണ്ടാവും. ഇനി വരും തലമുറയ്ക്ക് നല്ലത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അധ്യാപികമാരുടെ ലക്ഷ്യം. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഇതും ഒരു പടിയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു.